നമുക്ക് വേണ്ടല്ലോ എന്ന് ചിന്തിച്ചു. പിന്നെ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദത്തിന് ഇടർച്ചയോ പതർച്ചയോ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമോഷണലി ആവുന്നത് മാത്രമാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ആ വീടുമായിട്ട് സ്വാഗതം. ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കപ്പയും മീൻകറിയും. ആൻസൂട്ടനാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വേദപാഠം പഠിക്കാൻ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. ആൻസൂട്ടൻ ഇന്നലെ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം സങ്കടം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. അയ്യോ ഉറങ്ങുന്നത് കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് വയ്യ. ഇങ്ങനെയൊക്കെയാണ് ആൻസൂട്ടൻ. നിന്നെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാടാ. എന്താണെന്നറിയില്ല, എന്തുകൊണ്ടോ ഇഷ്ടമാണ്. നിനക്ക് വല്ലതൊക്കെ പറയാനുണ്ടോ? പഴയ ഒരു ഷർട്ടായത് കല്യാൺ സിൽസിൽ നിന്ന് ഞാൻ കോട്ടയത്ത് നിന്ന് ആൻസിൻ്റെ ബർത്ത്ഡേക്ക് എടുത്തു കൊടുത്ത ഈ ഷർട്ടിന് കുഞ്ഞാർന്നപ്പോൾ എടുത്തു കൊടുത്ത 5 വയസ്സെങ്ങാണ്ടോ 4 വയസ്സെങ്ങാണ്ടോ ഉള്ളപ്പോൾ എടുത്തതാണ്. 5 വയസ്സ്. പക്ഷെ അത് അന്ന് നല്ല ലൂസായിരുന്നു. ഇന്ന് കറക്റ്റ് ടൈറ്റായിട്ട് വന്നു. അതും 1500 രൂപയെങ്ങാണ്ട ഈ ഒരൊറ്റ ഷർട്ടിന്. ബ്രാൻഡഡ് മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ ഈ 50 രൂപയുടെയൊക്കെ സാരി 100 രൂപയുടെയൊക്കെ സാരി വാങ്ങുമെങ്കിലും ആൻസൂട്ടറിന് ഞാൻ ബ്രാൻഡഡ് ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുക്കാറ്. അതെ, പുതിയ ചെരുപ്പ് വാങ്ങിയെന്ന്. എനിക്ക് വയ്യ. ഇന്നലെ ആൻസൂട്ടനെ കൊണ്ട് ഞാൻ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചു കൊടുത്തത്. ആൻസിൻ്റെ ചെരുപ്പൊക്കെ പൊട്ടിപ്പോയി. ഭയങ്കര ഓട്ടമാണ്. ഇന്നാളല്ലേ നമ്മൾ ചെരുപ്പ് വാങ്ങി. ഇപ്പം തന്നെ ഈ അടുത്താഴ്ച എത്ര ചെരുപ്പ് വാങ്ങി. അപ്പോൾ ഇതാണെങ്കിൽ പിന്നെ പൊട്ടാനോ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഈ മോഡൽ എടുക്കുള്ളൂ. ഈ ചെരുപ്പിൻ്റെ പുറകെ കണ്ട ചിരിച്ചു മരിക്കും. എന്തുവാടാ കാലുമൊക്കെ കാണിക്കണം. എന്തോന്നടാ റിറ്റ്സ് കാറ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ ചെരുപ്പ് കാണുമ്പോൾ. എനിക്ക് വയ്യ. 9:30 അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പള്ളിയിൽ പോയിട്ട് വാട്ടാം. എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ ഒക്കെ എടുക്കാവേ. പിന്നെ കുഞ്ഞാന്നപ്പോൾ കളകളാന്നൊക്കെ പറയും പോലെ ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ വലിയ ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആൻസൂട്ടറിന് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാണ്ട് ആൻസൂട്ടറിന് വേറെ വിഷമോ ബുദ്ധിമുട്ടും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഇപ്പം തന്നെ ദേ പോകുന്ന. ശരി, ബാഗൊക്കെ എടുത്തോ വാ. ആൻസൂട്ടൻ അങ്ങനെ വേദപാഠം പഠിക്കാനായിട്ട് പൈസ ഒക്കെ എടുത്തില്ലേടാ? അവിടെ നിന്ന് കയറി വന്നാൽ മതിയേ. വട്ടം പിടിക്കടാ. വട്ടം പിടിച്ചോ. അങ്ങനെയല്ലടാ, വട്ടം പിടി. അങ്ങനെ പിടി. ടാറ്റാ. ഇവിടെ ഒരാൾ കിടക്കുന്ന. ഇവക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വാളയുടെ നല്ല തലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടനാണ് തലക്കറി കൂട്ടിയത്. അപ്പം ചേട്ടൻ തലക്കറി കൂട്ടി എൻ്റെ എല്ലുമുട്ടിയെല്ലാം കൂടെ കൂട്ടി വെച്ചേക്കുന്നത് അവൾക്ക് കൊണ്ട് കൊടുക്കാം. നമ്മുടെ പഴയ വീടിൻ്റെ ഹൗസ് ഓണർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ താക്കോല് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ വീട് ഒഴിഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മൾ താക്കോല് കൊടുക്കാനായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ചേട്ടനൊരു വഴി പോകണമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വന്നു. ആൻസൂട്ടനും അമ്മച്ചിയും വീട്ടിലില്ലായിരുന്നു. ആൻസൂട്ടൻ വേദപാഠം പഠിക്കാൻ പോയേക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നമ്മുടെ ഹൗസ് ഓണർ ചേട്ടനും ചേച്ചിയും വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ നേരെ താക്കോല് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്ര നാളും താമസിച്ചതിൻ്റെ ഒരു സങ്കടം വിഷമമൊക്കെ എന്താണെങ്കിലും ഉണ്ടാകാതിരിക്കത്തില്ലല്ലോ. കാരണം ഇമോഷണലി ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ആ വീടുമായിട്ട്. പിന്നെ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു, അവിടെ പോയി കരഞ്ഞു കൊളാക്കരുത്, അടിച്ച് ഓടിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടൊക്കെ പോയത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പിന്നെ ഇതിൽ ഓഡിയോ കൊടുത്തതെന്ന് വെച്ചാൽ കാറിൽ ചേട്ടൻ പാട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ അതങ്ങ് ഓഡിയോ അങ്ങ് സൈലൻ്റ് ആക്കിയിട്ട് നമ്മളൊരു ഓഡിയോ അങ്ങ് കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ ഓർത്തിട്ടില്ല ഇതുപോലൊരു യാത്ര ആ വീട്ടിലേക്ക് താക്കോല് കൊടുക്കാൻ ഇങ്ങനെ പോകേണ്ടി വരുമെന്നൊന്നും ഓർത്തിട്ടില്ല. അങ്ങനെ ഹൗസ് ഓണർ ചേട്ടനും ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചേട്ടൻ്റെ അവർക്ക് പറഞ്ഞു,
വാതിൽ തുറന്ന് അവരെ വീടൊക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ താക്കോലൊക്കെ ഇട്ട് വാതിലൊക്കെ തുറന്ന് അവരെ കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്താണെങ്കിലും ഇത് നമ്മുടെ അലമാരിയൊക്കെ ഇരുന്ന മുറിയായിരുന്നു. പിന്നെ അവിടെ നിന്നൊന്നും എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ചേച്ചി, മിനി ചേച്ചി. പിന്നെ ഇതാ നമ്മുടെ ബെഡ്റൂം, നമ്മുടെ ബാസ്ക്യമോനും ഞാനും മാനസകൂട്ടരും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നിറങ്ങിക്കൊണ്ടിരുന്ന ബെഡ്റൂം, അമ്മച്ചിയുടെ ബെഡ്റൂം. പിന്നെ ഇതായിരുന്നല്ലോ നമ്മുടെ ലോകം, നമ്മുടെ അടുക്കള. ഈ അടുക്കള കാരണം ഞാൻ എന്തുമാത്രം നെഗറ്റീവ് കമൻറ്റിന് നേരിട്ടെന്നറിയാവോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം ഏതെന്ന് ചോദിച്ചാൽ ഈ ഒരു അടുക്കളയായിരിക്കും എൻ്റെ മനസ്സിലെപ്പോഴും. കാരണം ഇവിടെ നിന്നുമാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ജൈത്രയാത്ര തുടങ്ങുന്നതെന്ന് വേണം പറയാൻ. ഇത് നമ്മുടെ വർക്ക് ഏരിയ. ഞാൻ ചെറുപ്പകാലം മുതലേ വായിച്ച് പഠിച്ചുകൊണ്ടിരുന്നൊരു മേശയാണ് കേട്ടോ. അതൊക്കെ നമ്മളവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. പിന്നെ ഇതെല്ലാം പാത്രം തേച്ചുകൊണ്ടിരുന്ന സ്ഥലവും നമ്മുടെ സ്വന്തം ടോയ്ലറ്റും ഒന്നും വേണ്ട. ഓരോ മുക്കിനോടും മൂലയോടും ഒരുപാട് സ്നേഹമായിരുന്നു. ആ മേശയിൽ ഞാൻ അവസാനം കൈയൊന്ന് തൊട്ടു. കാരണം ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ വീട്ടിലുള്ളൊരു മേശയായിരുന്നു അത്. പിന്നെ അടുക്കളയിൽ നിന്നും എനിക്കങ്ങോട്ട് ഇറങ്ങാൻ തോന്നിയില്ല. പിന്നെ അവിടെ അമ്മച്ചി വെട്ടി വെച്ച വിറക് കഷ്ണങ്ങളൊക്കെ അടുക്കളയിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് താക്കോലൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് പോകാൻ നിൽക്കുവാണ്. അപ്പോൾ ചേട്ടനെയും ചേച്ചിയെയും അവസാനമായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരികയാണ്. ഇതുവരെ ഞാൻ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹൗസ് ഓണർ ചേട്ടനും ചേച്ചിയും, എനിക്ക് ദൈവത്തെ പോലെ കാണുന്ന 2 പേരാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ. അവരാണ് നിൽക്കുന്നത്. പിന്നെ എൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ താക്കോലൊക്കെ കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പം നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ. ഈ വീടിൻ്റെ സ്വന്തം വീടിൻ്റെ താക്കോലും നമ്മുടെ റെൻ്റ് ഹൗസിൻ്റെ താക്കോലും. അപ്പോൾ ഈ താക്കോൽ ഒരു ദിവസം കൂടി കയ്യിൽ വെക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയെന്ന് പറയാം. കാരണം അപ്പം നമ്മുടെ ഹൗസ് ഓണർ ചേട്ടനും ചേച്ചി ഇവിടെ അടുത്തല്ല താമസിക്കുന്നത്. അവരങ്ങ് മയിലക്കൊമ്പില തൊടുപുഴയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ തോട്ടം വെട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ റബ്ബർ വെട്ടുന്നുണ്ട്. അപ്പോൾ റബ്ബർ വെട്ടുന്നത് കൊണ്ട് താക്കോല് നമ്മുടെ കയ്യിൽ തന്നിട്ട് പോയി. വെട്ടുകാർ വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്നും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അറ്റത്തൊരു കീ ചെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ കാത്ത് സൂക്ഷിക്കുന്ന കീ ചെയിനാണ്. അപ്പോൾ അത് സ്വന്തം വീടാകുമ്പോൾ ഇടാം. റെൻ്റ് ഹൗസിൽ ഇട്ടിട്ടിട്ടിട്ടിട്ട് ഞാനിങ്ങനെ കൊണ്ടുവന്നൊരു കീ ചെയിനാണത്. അപ്പം ഇത് റെൻ്റ് ഹൗസിൽ നിന്ന് ഒരുങ്ങുന്ന നമുക്ക് നമ്മുടെ സ്വന്തം വീടിന് ഇടാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ച പുത്തനൊരു കീ ചെയിനായിരുന്നേ. ഇത് ജോജോ ചേട്ടൻ എനിക്ക് തന്നതാണ് കേട്ടോ ഈ ഒരു കീ ചെയിന്. എവിടെയോ പോയപ്പോൾ വാങ്ങിയത് എന്തോ ആണ്. അപ്പോൾ ഈ കീ ചെയിന് നമുക്ക് ഇനിയിപ്പോൾ സ്വന്തം വീടായല്ലോ, സ്വന്തം വീടിൻ്റെ കീഴിലേക്ക് ഇടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ, എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്ന് ഞാൻ ഇവിടെ നിന്ന് പോയപ്പം ഞാൻ കരഞ്ഞട്ടോ. ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ കരഞ്ഞപ്പം ഇങ്ങനെ വെറുതെ ഇരുന്ന് കരയുവാണെന്ന് കരുതി ഞാൻ നോക്കിയപ്പോൾ ജാക്സൺ ചേട്ടൻ ചാടി എഴുന്നേറ്റ് എനിക്ക് കുറേ ജോലികളെല്ലാം വരുന്നത്. തുണി അലക്കി ചേട്ടൻ തന്നെയാണ് കേട്ടോ വാഷിംഗ് മെഷീനിലേക്ക് എൻ്റെ ആൻസിൻ്റെ ഇവിടെ ഉള്ള എല്ലാവരുടെയും തുണിയെല്ലാം എടുത്തിട്ട് എല്ലാം അലക്കി എല്ലാം സെറ്റാക്കി ഉണങ്ങാവുന്ന പരുവത്തിലേക്ക് തന്നിട്ട് വേദന എൻ്റെ എടുത്ത് ഞാൻ പറഞ്ഞു കുപ്പിയിൽ നിന്ന് ഇറങ്ങി വരുന്നു ഭൂതമാണ് തോന്നുമ്പോഴെല്ലാം പണി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നോട് ഇവിടെ നിന്നിപ്പോൾ ഹൗസ് ഓണർ ചേട്ടൻ 10 മണിക്ക് വരുമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇന്ന് ഫ്രണ്ടിൻ്റെ ഫാദർ ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പോൾ വയ്യാതെ കിടക്കുക, അസുഖമായിട്ട് കിടക്കുക. അപ്പോൾ അവിടെ നിന്ന് കാണാൻ പോകണം. പിന്നെ ഒരു മരിപ്പുണ്ട്, ഒരു അറിയുന്നവരെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് തിരക്കി നിൽക്കുമായിരുന്നു പോകാൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ആണെങ്കിൽ അമ്മച്ചി ഇല്ല, ആൻസും ഇല്ല. അമ്മച്ചി ആണെങ്കിൽ അമ്മച്ചിയുടെ നാട്ടിൽ ഇടവകപ്പള്ളിയിൽ പോയേക്കുക. ആൻസൂട്ടനാണെങ്കിൽ വേദപാഠം പഠിക്കാൻ പോയേക്കുക. അപ്പോൾ ആൻസൂട്ടൻ ബസ് ഫെയറൊക്കെ കൊടുത്താൽ വിട്ടേക്കുന്നത്, വണ്ടിക്കൂലി പൈസ കൊടുത്താൽ വിട്ടേക്കുന്നത്. തിരിച്ച് ബസ്സിൽ കയറി ഇങ്ങ് പോന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. പിള്ളേർ ഒത്തിരി പേരുണ്ട് തിരിച്ചിവിടെ വന്നിറങ്ങി വരാനൊക്കെ. അപ്പോൾ അങ്ങോട്ട് ചേട്ടൻ കൊണ്ടുവിട്ടു. അപ്പോൾ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കരയുന്നുള്ളവരെ എനിക്ക് ഉറപ്പാണ്. ഞാൻ പിടിച്ച് വെച്ചോണ്ടിരിക്കുക. കാരണം ഇപ്പം ഇങ്ങനെ പറഞ്ഞ് ഞാൻ 2021 ഡിസംബറിൽ വന്നു, 21 വന്നു എന്ന് പറയും. പക്ഷെ 2020 ഡിസംബറിൽ
ഡിസംബർ 6-ാം തീയതിയാണ് ഞാനവിടെ താമസിക്കാനായിട്ട് വരുന്നത്. 2021 മുതൽ പിന്നെ അങ്ങോട്ട് ഉണ്ട്. അപ്പോൾ 21, 22, 23, 24 വർഷമാവുകയാണ് ആ വീട്ടിൽ വന്നിട്ട്. അങ്ങനെ എനിക്കപ്പോൾ ചേച്ചി അപ്പം ഞാനിങ്ങനെ 21 ഡിസംബർ എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് എഗ്രിമെൻ്റ് പേപ്പർ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞ്. അപ്പം അത് ഞാനിപ്പോഴും അങ്ങനെ ഓർത്തത്. അപ്പം പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഇമോഷണലി ഡൗണായി പോയി ഇരിക്കുകയാണ് കൂട്ടുകാരെ ഞാൻ സത്യത്തിൽ. കാരണം എനിക്കുണ്ടായ നേട്ടങ്ങളെല്ലാം ആ വീട്ടിൽ നിന്നായിരുന്നു. കാരണം നമ്മുടെ വീഡിയോ റീച്ചായത്, ബാസ്ക്യമോനെ കിട്ടിയത്, പിന്നെ ബൊമ്മാസ്, സ്വീറ്റി, അങ്ങനെ ഒത്തിരി പേരവിടെ ഉണ്ടായിരുന്നു. പിന്നെ കാക്ക കുഞ്ഞ്, അങ്ങനെ പിന്നെ എന്താ ഒരു റെൻ്റ് ഹൗസ് എന്നുള്ളൊരു ഫീലിങ്സ് ഒന്നും എനിക്ക് ആ വീട്ടിൽ നിന്നും ഇന്ന് വരെ തോന്നിയിട്ടില്ല. റെൻ്റ് ഹൗസ് എന്നുള്ള ഫീലിങ്സ് ഹൗസ് ഓണറുടെ ഭാഗത്തു നിന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടായ ഇഷ്യൂസൊക്കെ അറിയാമല്ലോ, അടുത്തുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള എന്താണ് പെരുമാറ്റം കൊണ്ടൊക്കെ അത് വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നതെന്നുള്ള ഒരു ചിന്ത വന്നതല്ലാതെ ഹൗസ് ഓണർ ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടേ ഇല്ല. സ്വന്തം വീടല്ലാതെ നമ്മൾ അവിടെ താമസിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഇഷ്യൂ എല്ലാം ഉണ്ടായി. നമ്മളവിടെ താമസിക്കാൻ വന്ന 1 മാസത്തിനുള്ളിൽ തന്നെ അവിടെ ഇഷ്യൂ ഉണ്ടായി. കാരണം അവിടെ ഒത്തിരി പ്ലാവൊക്കെ ഉണ്ട്. ഒരു ചക്ക ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നോ എന്തൊക്കെ മേളങ്ങളുണ്ടായി. അടുത്ത വീട്ടിലൊരു പുള്ളി ചീത്ത വിളിച്ചു, നിങ്ങൾ വീട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീടിനകത്തെ കാര്യം നോക്കിയാൽ മതി, നിങ്ങൾ വീടിന് പുറത്തെ കാര്യം ഒന്നും നോക്കരുതെന്നൊക്കെ പറഞ്ഞുള്ള ചീത്ത വീടുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നമ്മുടെ ഹൗസ് ഓണർ ചേട്ടനെ വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടു. എനിക്ക് ചേട്ടൻ്റെ സ്വഭാവം ഒന്നും അറിയത്തില്ല, നമ്മുടെ ഓണർ ചേട്ടൻ എങ്ങനെയുള്ള ആളാണെന്ന്. ആനയും പേടിക്കണം, ആനക്കാരനെ പേടിക്കണം എന്ന് പറഞ്ഞ് നടക്കണ കാര്യമല്ലാതെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു, സത്യം പറയാമല്ലോ. പക്ഷേ അവരെന്നോടൊരു കാര്യം പറഞ്ഞു. ഇപ്പം ഇത്രയും ഇഷ്യൂസൊക്കെ ഉണ്ടായി, ഒരുപാട് ഇഷ്യൂ നമ്മുടെ ചാനലിലെല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ഞാൻ കടന്നു വന്ന ദുരിതങ്ങൾ മുഴുവനുണ്ട്. പറഞ്ഞതല്ല, ഓരോരുത്തരുടെ പ്രവർത്തികളൊക്കെ. എലിവാണ രാത്രിയിൽ വെടി പൊട്ടിക്കൽ, എലിവാണ ഇങ്ങനെ എന്ന് പറഞ്ഞ് പൊട്ടുന്ന സാധനമൊക്കെ വിടുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്നല്ലായിരുന്നു. അവിടെ ഒരു കാക്ക മുട്ടയിട്ട് കുഞ്ഞൊക്കെ വിരിഞ്ഞ് ആ മരത്തിലിരിക്കുക, അവർക്ക് വല്ല സംഭവിക്കുമെന്നൊക്കെയുള്ള പേടിയായിരുന്നു എനിക്ക്. അങ്ങനെ ഒത്തിരി ഇഷ്യൂ ഉണ്ടായൊരു വീടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അന്ന് ഈ ഹൗസ് ഓണർ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിന്ദു എന്ന് സ്വന്തം വീടുണ്ടാക്കുന്നോ അന്ന് ഈ വീട്ടിൽ നിന്ന് പോയാൽ മതി, എന്ന് സ്വന്തം വീട്ടിലേക്ക് ഉണ്ടാക്കി മാറുന്നോ അന്ന് ഈ വീട്ടിലേക്ക് പോയാൽ മതി. അത് കഴിയുമ്പോൾ ഞങ്ങളിത് വിൽക്കാനൊക്കെയാണ് ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുവരെ ഞങ്ങളൊന്നും ചെയ്യുന്നുമില്ല. ഈ 4 വർഷത്തോളം അവിടെ താമസിച്ചെങ്കിലും റെൻ്റ് കൂട്ടിത്തരുമോ, എല്ലാ വർഷവും റെൻ്റ് പുതുക്കുന്നൊരു ഏർപ്പാടൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ്. അപ്പം വെച്ചാൽ സാധനങ്ങൾക്ക് വില കയറുവാണ്. ഒരിക്കലും ഞാൻ ആ എഗ്രിമെൻറ്റും കൊടുത്ത്, കാരണം റെൻ്റ് അനുസരിച്ചാണ് എഗ്രിമെൻ്റ് അതിന് കൂടുതൽ കൊടുക്കേണ്ടതാണ്. പക്ഷേ അന്നെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇത്ര തന്നാൽ പോരേന്ന് വെച്ചപ്പോൾ അതും ആ ചേട്ടൻ സമ്മതിച്ച് അതേ റെൻറ്റിന് തന്നെ നമ്മൾ ഈ 4 വർഷം 7000 രൂപയായിരുന്നു കേട്ടോ വാടക ആ വീടിന്. ഈ ഡിസംബർ വരുമ്പോൾ 4 വർഷമാകും. ഇപ്പം നവംബർ 1 മാസം കൂടിയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടെ താമസിച്ച് ഇപ്പം ആ ചേട്ടൻ പറഞ്ഞതുപോലെ സ്വന്തം വീടായി കഴിഞ്ഞാൽ നമ്മൾ മാറിയത്. അപ്പോൾ ഈ സ്വന്തം വീടിൻ്റെ താക്കോല്, കാരണം ജാക്സൺ ചേട്ടൻ ഇപ്പം വീടിൻ്റെ താക്കോലൊന്നും എടുക്കാറും ഇല്ല, ഏതാന്ന് പോലും നോക്കാറും ഇല്ല, ഒന്നും സൂക്ഷിക്കാറും ഇല്ല. എൻ്റെ കയ്യിലാണ് തരുന്നതെല്ലാം. അപ്പം അങ്ങനെ സ്വന്തം വീടിൻ്റെ താക്കോലും കൈ പിടിച്ചിട്ട്, ഇപ്പോൾ ചേട്ടൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ആ വഴി പോകണം എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ അവിടെ വന്ന് താക്കോലും എൻ്റെ കയ്യിലായിരുന്നു. ഒരു കയ്യിൽ സ്വന്തം വീടിൻ്റെ താക്കോലും മറുകൈയിൽ നമ്മുടെ ഇതുവരെ നമ്മളെ താങ്ങി നിർത്തിയ വീടിൻ്റെ താക്കോലും ഒക്കെ ആയിട്ട് നമ്മൾ പോയിട്ട് ഇപ്പം തിരിച്ചു വന്നു. ഇനിയിപ്പോൾ സമയം എന്തായി എന്ന് പറഞ്ഞാൽ, അയ്യോ നോക്കട്ടെ കേട്ടോ, സമയം എൻ്റെ മൊബൈൽ സ്റ്റക്കായിട്ടിരിക്കുന്നു. 11 മണി ആവണേയുള്ളൂ, ആൻസൂട്ടം വന്നിട്ടില്ല. അപ്പോൾ നമ്മളവിടെ നിന്ന് എടുക്കാനുള്ളതെല്ലാം നമ്മൾ എടുത്ത് പറക്കിയൊക്കെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ അവിടെ ഒന്നുമില്ല. ഒരു ചെറിയൊരു മേശ അടപ്പുണ്ട്. ഞാൻ കുഞ്ഞുനാളെ മുതൽ എഴുതി പഠിച്ചുകൊണ്ടിരുന്ന ഒരു ടേബിളാണ്. പക്ഷെ അത് മുഴുവൻ പോയിട്ട് അത് എടുക്കാനായിട്ട് ജാക്സൺ ചേട്ടൻ സമ്മതിക്കില്ല. ഇവളുള്ള ആക്രി എല്ലാം പറക്കി നടക്കും. പണ്ടത്തെ ജയറാമിൻ്റെ സിനിമയിൽ ഉർവശി ജയറാമിൻ്റെ സിനിമയ്ക്കകത്ത് ഉർവശി പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് മാവിന് കല്ലെറിഞ്ഞ കല്ലാണിത് ടെങ്കടേന്ന് പറഞ്ഞ് കാണിക്കുക പോലെ. പിന്നെ ജാക്സൺ ചേട്ടനെ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കൃഷ്ണനെ വരെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു, അതിനൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വലിയ ഫോർമാലിറ്റി കാത്തു സൂക്ഷിക്കുന്ന ആളൊന്നും അല്ല. അപ്പം ഞാനിങ്ങനെ
എനിക്കൊരു കൃഷ്ണനുണ്ട്, ഞാൻ വിഷുക്കണിയൊക്കെ വെക്കാറുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ആദ്യം കൃഷ്ണനെ ഒന്നും കൊണ്ടൊന്നും വരണ്ട, പക്ഷെ തമാശയായിരുന്നെന്ന് പിന്നീട് മനസ്സിലായി. നമ്മളെല്ലാം പാക്ക് ചെയ്യാൻ പോയപ്പം നമ്മുടെ കൃഷ്ണനെ ഇത് കൃഷ്ണനല്ലേ, അത് കൂടെ പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചത് ചേട്ടൻ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൃഷ്ണനെയും കൊണ്ട് എവിടെയെങ്കിലൊക്കെ സെറ്റാക്കി വെക്കണം. പിന്നെ ഞാനായിട്ട് തന്നെ ജീവിച്ചോളാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ ഞാനിപ്പം ഈ ഒരു വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് വീടിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. ആ നേരെ പോകുന്നത് നേരെ കട്ടിൻ്റെ അപ്പുറത്തൊരു ബാത്റൂമാണ്. അങ്ങോട്ടൊരു മുറി ഇങ്ങോട്ടൊരു മുറിയുണ്ട്. പിന്നെ ഇങ്ങോട്ടുള്ള മുറിയിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ നമ്മുടെ ബെഡ്റൂം ഈ ഫ്ലവർ വേസിൻ്റെ തൊട്ടപ്പുറത്തുള്ള വാതിലാണ്. അങ്ങനെയാണ്. പക്ഷേ ഹോം ടൂർ ഞാൻ കാണിക്കുന്നതായിരിക്കും, സുഹൃത്തുക്കളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയോ വർഷം 4 വർഷം പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചതാണ്. പിന്നെ ആ വീടാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഭിത്തിയൊക്കെ കുറച്ച് 4 വർഷമൊക്കെ ആയില്ലേ, പെയിൻ്റൊക്കെ പോയി എന്നുള്ളത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കുട്ടി എടുത്താലും മാത്രം മതി. പിന്നെ നമ്മുടെ ഹൗസ് ഓണർ ചേട്ടനും ചേച്ചിയും മിനി ചേച്ചിയും ഷോജി ചേട്ടനും കേട്ടോ, അവർ അന്യരായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനെ അവർ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ ചേട്ടനിപ്പോൾ പോകുമായതുകൊണ്ട് അവരും വീട്ടിൽ കയറിയൊന്നുമില്ല. വീടൊക്കെ കണ്ടിട്ട് അവർ പോയത്. നല്ല വീടാണ്. അപ്പം അന്ന് ബിന്ദു പറഞ്ഞതുപോലെ സ്വന്തം വീട് കിട്ടിയില്ലേ, കല്യാണമൊക്കെ നടന്നു. അപ്പോൾ സ്വന്തം വീടിന് വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ വീട് നമുക്കൊരു റെൻറ്റ് ഹൗസായിട്ട് തോന്നിയില്ല എങ്കിൽ പോലും സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആരെയും ബോധിപ്പിക്കണ്ടല്ലോ. അയൽപക്കംകാരെ ആണെങ്കിലും ചക്കയും അങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞാനപ്പം ഞാൻ ചിന്തിക്കും, ദൈവം ചക്കയൊക്കെ ഉണ്ടാകും, ദൈവം ഓരോന്നിട്ടിട്ട് എന്നും ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ടാണ് ആരെങ്കിലൊക്കെ എടുത്തോട്ട് അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളുണ്ടായപ്പം ചിന്തിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പം അപ്പോൾ ചേച്ചി എന്നോടിപ്പം മിനി ചേച്ചി പറയുമായിരുന്നു, ബിന്ദു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം അതിലും വലിയ പദ്ധതിയല്ലേ ഒരുക്കിയത് എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് വീടും ഒരു ജീവിതവും ഒക്കെ കിട്ടി സമാധാനപൂർണ്ണമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. അതിലും വലുതായിട്ടൊന്നും നമുക്ക് വേണ്ടല്ലോ എന്ന് ചിന്തിച്ചു. പിന്നെ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ശബ്ദത്തിന് ഇടർച്ചയോ പതർച്ചയോ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമോഷണലി ആവുന്നത് മാത്രമാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ആ വീടുമായിട്ട് മെൻ്റലി അറ്റാച്ച്ഡ് ആയിരുന്നു ഞങ്ങളെല്ലാവരും. പിന്നെ ഒത്തിരി പേടിച്ച് കിടന്നുറങ്ങിയ വീടാണ്. പിന്നെ ബാസ്കിമോനെ വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ പേടിക്കാതെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് പറയാം. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 വ്യക്തിത്വങ്ങളാണ് ആ ചേട്ടനും ചേച്ചി കേട്ടോ. അല്ലാതെ ഒരു ഹൗസ് ഓണറുടെ അധികാരമോ എന്താ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചുള്ള ദേഷ്യപ്പെടലുകളോ, അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നമ്മൾ താമസിച്ചിട്ട്. കാരണം ആണുങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ പെണ്ണുങ്ങൾ തന്നെ താമസിക്കുന്ന വീടാകുമ്പോൾ എന്നും പ്രശ്നങ്ങൾ വരുമ്പം എന്നും അവരെ വിളിച്ചിങ്ങനെ ഓരോ പരാതി വരുമ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വരും. വേണമെങ്കിൽ പറയാം, നിങ്ങളെന്നാ മാറ്, വേറെ വീട് നോക്കി മാറ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ അവർ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ നിന്നവരാണ്. അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹൗസ് ഓണറെ കുറിച്ച് ഞാൻ പറയും, നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ. കാരണം ആ വീട്ടിൽ താമസിച്ചിട്ട് നമുക്ക് അവരുടെ പൊങ്ങച്ചം പറയണ്ട, അത് പൊങ്ങച്ചം പറയുന്ന രീതിയാണെന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നിയാലോ, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് മാറി വാടകയൊക്കെ കൊടുത്തു. അപ്പം എല്ലാ തവണയും നമ്മൾ ഗൂഗിൾ പേ ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യുമ്പം 7,000 ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒരു ഷെയർ സ്ക്രീൻഷോട്ട് ഷെയർ എടുത്തുകൊണ്ട് പോയിട്ട് വാട്സപ്പിൽ ഇട്ടിട്ട് റെൻറ്റ് എന്നെഴുതി കൈ കൂപ്പുന്നൊരു സിമ്പൽ കൂടി ഇടുമായിരുന്നു. കാരണം അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും ഇടുന്നതല്ല. കാരണം നമുക്കൊരു വീട് അവർ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. അപ്പോൾ അവിടെ ആ ഒരു മാസത്തോളം നമുക്ക് ഓരോ മാസത്തോളം ജീവിക്കാൻ സാധിക്കുമ്പോൾ ഒരു നന്ദി, അത് അത്രയായിരുന്നു. അത് വെറുതെ ഒരു ഫോർമാലിറ്റിക്കൊന്നും ചെയ്യുന്ന കാര്യമൊന്നും ആയിരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ പറയാനുള്ളത്, ഇന്നും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ മാസത്തെ ഒക്ടോബറിലെ വാടക നമ്മൾ കൊണ്ടു കൊടുത്തു. അതും ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് തന്നെ ആ ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ചെയ്തത്. അമ്മച്ചാണെങ്കിൽ പോയിട്ട് വന്നില്ല, ഓട്ടോ വന്നിട്ട് ഏതൊരു പോയി. അപ്പം നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുക ചെയ്തു. അവിടെ ചെന്നിട്ട് റെൻ്റ് ഇട്ട് കൊടുത്തു.
അങ്ങനെ ലാസ്റ്റത്തെ പേയ്മെൻറ്റ് നമ്മൾ നടത്തി. അപ്പോൾ എഗ്രിമെൻ്റ് എമൗണ്ട് അപ്പം ചേട്ടൻ വാടക ഒഴിച്ചിട്ടുള്ള എമൗണ്ട് ആയിരുന്നു എടുത്തുകൊണ്ട് വന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവന്നപ്പം ആ ചേട്ടൻ അതും എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് ബാക്കി ഗൂഗിൾ പേ തിരിച്ച് ചെയ്തു. അങ്ങനെ ആ അധ്യായം അവിടെ ക്ലോസ്ഡായി. പിന്നെ ഒരു കനകാമ്പരത്തിൻ്റെ ഒരു ചെടി അവിടെ നിൽപ്പുണ്ട്, മറ്റേ പാർവതി പൂവ്. ഞാൻ കൊണ്ടുവന്ന് ചട്ടിയിൽ വെച്ചേക്കുന്ന വാടി നിൽക്കുക. അപ്പം അത് ഞാൻ വിചാരിക്കുന്നത് അത് മണ്ണിലായിട്ട് വളർന്നേക്കുക. അപ്പോൾ അത് പോയി ഇന്ന് വൈകിട്ട് നമുക്കത് അവിടെ പോയിട്ട് അത് പറിച്ച് ഇവിടെ നേരെ കൊണ്ടുവന്ന് ഇവിടെ മണ്ണിലേക്ക് വൈകുന്നേരം കൊണ്ട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആൻസൂട്ടൻ വന്നിട്ട് വേണം അവനെയും കൂട്ടിയിട്ടൊന്ന് പോകണം. കാരണം അവന് ഭയങ്കര മെൻ്റലി അറ്റാച്ച്ഡ് ആയ ഒരു വീടായിരുന്നു അത്. അപ്പം അവനത് കാണണമെന്നൊരാഗ്രഹമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഈ ഒരു കീ കൈമാറുന്നതിന് മുമ്പായിട്ട് അവനെ കൊണ്ട് കാണിക്കണം. ഇവിടെ ഒരാൾ പതിഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ കൂട്ടി ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ വേറൊരു സത്യം ഞാൻ പറയാൻ മറന്നു. എന്താണെന്നറിയാം, നമ്മളവിടെ നിന്ന് പോകുന്നത് പിന്നെ അവിടെ കാക്കകളും ഇല്ല, ചിലകാട പക്ഷികളും ഇല്ല, അണ്ണാനും ഇല്ല, ആരുമില്ല. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ചെന്നപ്പോൾ കാണാത്തത് കൊണ്ടാണോ എന്ന് ചിന്തിക്കും. അതല്ല, നമ്മളവിടെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് കുറേ നാളായല്ലോ. കഴിഞ്ഞ ദിവസം നമ്മളവിടെ ഫുൾ ക്ലീനിങ്ങിന് പോയിട്ട് ഒരു ദിവസം ഫുൾ ഉണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ ഈ കാക്കകളോ ഈ കിളികളോ ഒന്നും അവിടെ വന്നില്ല. മറ്റേ കുറച്ച് മൈന, കറുകാനെന്ന് നമ്മൾ പറയും മൈന, അത് വരാറുണ്ടായിരുന്നു. കാക്കകൾ വരാറുണ്ടായിരുന്നു. ചിലകാട പക്ഷികൾ, കരിയിലെ കിളികൾ വരാറുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ മരം കൊത്തികൾ, ഓലഞ്ഞാലി, ഇരട്ടവാലം കുരുവി, അണ്ണാൻ, ഇതൊക്കെ വരാറുണ്ടായിരുന്നു. ഇവരൊന്നും അവിടെ ഇല്ല. കാരണം ഞാൻ അവർക്കൊക്കെ ഫുഡ് വെച്ച് കൊടുത്തോണ്ടിരുന്നാണേ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് അരി അവിടെ, നമ്മുടെ കോഴിക്ക് കൊടുക്കുന്ന അരി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ആ മുറ്റത്തേക്ക് കൊണ്ടിട്ടിട്ടാണ് അന്ന് നമ്മളിങ്ങ് പോകുന്നത്. പക്ഷേ അത് പക്ഷികൾ വന്ന് തിന്നിട്ടുണ്ട്. അപ്പോൾ കാക്കയൊക്കെ ജസ്റ്റ് റബ്ബറേക്കടയൊക്കെ വന്നിരിക്കുമായിരിക്കും. പിന്നെ ഇനിയിപ്പോൾ അവിടെ വേറെ ആൾക്കാർ താമസിക്കാനായിട്ട് വരും കേട്ടോ. അത്തേക്കും പക്ഷികളൊക്കെ ആയിക്കോളും. പിന്നെ എനിക്ക് കോളേജിലും കുറച്ച് കാക്കകളും കുരുവികളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ അധികം പക്ഷികളൊന്നും ഇതുവരെ വന്ന് കണ്ടില്ല. കാരണം നമുക്കിവിടെ അങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ തൊട്ടടുത്ത് റബ്ബറൊക്കെ ഉണ്ട്. അപ്പം പക്ഷികളൊക്കെ വരുമായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നത് ആ പറമ്പാണ്, ആ റബ്ബറാണ്. അങ്ങനെ കുറച്ച് പണിയുണ്ട്. പിന്നെ ചേട്ടൻ വരുമ്പോഴത്തേക്കും അടുത്ത ജോലി ചെയ്യണം. എനിക്ക് ചോറ് വെക്കാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആൻസൂട്ടൻ കൂടി വന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വാടക വീടിൻ്റെ ജീവിതം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയും താങ്ക്സും ഒക്കെ ഉണ്ട്. അപ്പം വേറെ വിശേഷമൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇതൊരു വലിയ വിശേഷമായിരുന്നു. എനിക്ക് എൻ്റെ ഹൗസ് ഓണർ ചേട്ടനെയും ഷോജി ചേട്ടനെയും മിനി ചേച്ചിയെയും കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ പറയാൻ സാധിച്ചില്ല. ഒരുപാട് നന്ദിയുണ്ട്. കാരണം ജാക്സൺ ചേട്ടൻ ഇവിടെ ഞാൻ ഇത്രയൊന്നും സംസാരിക്കത്തില്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് വാചകം അടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ എന്താണ്, എൻ്റെ നേരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ വ്യക്തിയെ മറക്കത്തില്ല. കാരണം ദ്രോഹിച്ചവരെ മറന്നാലും നമ്മളെ സഹായിച്ചവരെയോ അല്ലാതെ ഒരു പുഞ്ചിരിയെങ്കിലും സമ്മാനിച്ചവരെ മറക്കാൻ പാടില്ല എന്നുള്ളൊരു പോളിസിക്കാരിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് അപ്പോൾ ഇത്രയൊക്കെ സഹായിച്ച അവരെക്കുറിച്ച് ഞാൻ നമ്മുടെ ചാനലിൽ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയും നല്ല മനുഷ്യരുണ്ട് എന്ന് രണ്ടുപേരെങ്കിലും അറിയണ്ടേ. അത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. ആൻസോട്ടനും കൂടെ വന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ചേട്ടനും ഞാനിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു വാടക വീട്ടിലേക്ക് അവിടെ ഇത് കൊടുക്കാനായിട്ട് നമ്മൾ പോവുക. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ എങ്ങാനും ചേട്ടന് കരഞ്ഞ് സീനുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തലയടിച്ച് പറിക്കുന്നത്. കാരണം ഞാൻ പെട്ടെന്ന് കരയുന്ന വ്യക്തിയാണെന്ന് ചേട്ടന് മനസ്സിലായിട്ടുണ്ട്. നിസ്സാര കാര്യം മതി, ഞാൻ അള്ളാ പുള്ളാന്ന് പറഞ്ഞ് കരയണ ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ മുമ്പിൽ എത്ര സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അത് വെറും ഒരു മൂടുപടം മാത്രമാണെന്നുള്ളത് വേറൊരു സത്യമാണ്. അപ്പം കാര്യത്തിൽ വരുമ്പോൾ ഞാൻ സ്ട്രോങ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കാണ്. പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് കരയുകയും ചെയ്യും, കണ്ണെന്നറിയും. പൊട്ടിക്കരയുന്ന ചിലപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ മുന്നിലൊന്നും കാണിച്ചില്ലെന്ന് വരും. അത് വേറൊരു കാര്യം. അപ്പോൾ എന്താണ് കൂടുതൽ പറഞ്ഞ് എല്ലാവരെയും ബോറടിപ്പിക്കുന്നില്ല. ആൻസൂട്ടൻ വരട്ടെ. അപ്പോൾ അതുവരെ ഞാൻ പോയി കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കട്ടെ. കറിയിൽപ്പെട്ട് കഞ്ഞി ഉണ്ടാക്കണം. അപ്പോൾ ആൻസൂട്ടൻ വരട്ടെ കേട്ടോ. ചെറിയ കാണാൻ പറ്റിയോ? ഗുണാക്കിയുണ്ട്.
പരലൊക്കെ കാണും. ഇപ്പം കാണില്ല. അപ്പം പിന്നെ വലിയ മഴക്കാലത്തൊക്കെ കാണൂല. ബന്ധമില്ല. വില പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചേട്ടന്റെ വാഴത്തോട്ടം. ഈ കിണറിന് 4 കോൽ തയ്ച്ചില്ല. അത് കണ്ടല്ലേ? കണ്ടല്ല, പാറയാണ്. പാറ പൊട്ടിച്ച് ഞങ്ങൾ കിണറുണ്ടാക്കിയത്. വെറും പാറ പൊട്ടിച്ച് ഞങ്ങൾ ഇത് 4 കോല് കത്തി ഈ പരിപാടി സമയത്ത്. എന്നിട്ട് എന്ത് ചെയ്തു? 4 കോലില് വെള്ളം കിട്ടുന്ന ആരാ പറഞ്ഞ? ഇത് ചാല പാറയുടെ ഇടയ്ക്ക് ചാല. ജോർജ് കുട്ടി പറഞ്ഞത്. സ്ഥാനക്കാരൻ ജോർജ്. ഞങ്ങൾ തന്നെയാണ് സ്ഥാനം കണ്ടത്. ഞങ്ങൾ തന്നെ അല്ല, വേറെ ആൾ കണ്ട്. കുറച്ച് മോൾ മാത്രം മണ്ണ്, അടിയിലേക്ക് പാറയായത്. പാറ പൊട്ടിച്ച് സംഗതി. എന്നിട്ടും പൊട്ടിച്ച് വന്നപ്പോൾ ചുമ്മാ ഇങ്ങനെ ഒരു ആകൃതിയില്ലാത്ത രീതിയിലാണ്. ലാസ്റ്റ് എന്ത് ചെയ്തു? കുറേ ഇടം കോൺക്രീറ്റ് ചെയ്തു, റൗണ്ടാക്കി എടുത്തു. പിന്നെ കുറേ ഇടം കരികലിട്ട് കെട്ടി. ഇതിൻ്റെ വാഴകളുടെ ചുണ്ടൊക്കെ ഒടിക്കാമെങ്കിൽ ആ കായൊക്കെ മുഴുക്കും. അതിൻ്റെ ഉള്ള ഒടിച്ച് കളയണം. അവിടുത്തെ കംപ്ലീറ്റ് കളഞ്ഞു, അപ്പുറത്തെ കളഞ്ഞു. ഇത് ഒരു തോട്ടി വന്നു, ഒരു അരിവാളം വെച്ച് കിട്ടും. എന്നിട്ട് തേനോ എവിടെ? വാഴക്കള്ള കാണില്ല. പാളയം കോർണല്ല തേൻ ഫുള്ള്. ഇത്ര കള്ളത് എനിക്കറിയാൻ പറ്റില്ല. അപ്പതാ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടോ. ആൻസൂടെ വേദപാഠമൊക്കെ കഴിഞ്ഞ് വന്ന് ചേട്ടൻ്റെ വാഴത്തോട്ടത്തിലൊക്കെ ഒന്ന് പോയി കണ്ട്. വാഴക്കൃഷിയുണ്ട്. നമ്മൾ പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ചേട്ടൻ്റെ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ചേട്ടൻ അവിടെ വെറുതെ കിടന്നുറങ്ങുകയാണ്. ഒരു കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നൊക്കെ കരുതിയാണ് വന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ താക്കോല് നീ ഒരു കാര്യം ചെയ്തടാ, ആ താക്കോലും ഊരിക്കൊണ്ട് വന്നേടാ. എന്നിട്ട് ഇവിടെ കീചെയിൻ ഇരിപ്പുണ്ട് നമ്മുടെ മറ്റേ വീടിൻ്റെ, അതിലേക്ക് അങ്ങിട ആ കുരിശ്. അത് നാളെ കൊടുക്കാനുള്ളതല്ലേടാ? ആ ഇല്ല, വേഗം കൊണ്ടുപോവാ, വേഗം ആ സ്പീഡിപ്പില്. ഈ വീഡിയോ ഒക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. വാടാവേ, വേഗം വാടാവേ. ഞാൻ സ്പീഡിൽ പറഞ്ഞു ഈ ഇതിനകത്ത് അവർക്ക് വഴക്കുണ്ടാക്കുന്നതാണ്. ഊരെടുത്താൽ മതിയിടാ. അതും അറിയത്തില്ല, ഒന്നും അറിയാൻ പാടില്ല എൻ്റെ പൊന്ന. ആ ഇടാ. 2 കൊല്ലം മുമ്പുള്ള ആനസൂട്ടനല്ല കേട്ടോ ഇപ്പോഴത്തെ ആനസൂട്ടൻ. 2 കൊല്ലം മുമ്പുള്ള ആനസൂട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൊറുചൊറുക്കോടൊക്കെ കൂടിയിട്ട് നാണമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ പറയുന്ന ആനസൂട്ടനായിരുന്നു. ചേട്ടൻ കൂർക്കം വലിക്കുക. ചേട്ടൻ കൂർക്കം വലിക്കുന്ന ആൾക്കാർ കേൾക്കും. ഇടാനറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ഇട്ട് തരാം. ഈ ചെമ്മി കയറ്റാൻ അറിയില്ലേ? ഇത് പിടിക്കുക. ഇട്ടാ കാണിച്ച് കണ്ടോ? അകന്ന് പോയില്ലേടാ? അങ്ങനെ പിന്നെ പതുക്കെ കൂടിച്ചേരാ. ഇതെന്തുവാടാ ഇത് തന്നെത്താനെ? അങ്ങനെ അകത്തരുതായിരുന്നടാ നീ. ഇവൻ എൻ്റെ കീച്ചേരി ഇതുപോലെ അകത്തി കളഞ്ഞു. ഞാൻ കോളേജിൽ എൻ്റെ ഇതിൻ്റെ ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. നമ്മൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലേ. ലൈറ്റ് ഇട്ടാൽ ചേട്ടന് ഡിസ്റ്റർബൻസാണ്, അതുകൊണ്ടാണ്. ഇതാടാ കണ്ടോ? പിന്നെ അകത്തി വെച്ചു. എന്തൊരു ചരീര. ഇവൻ്റെ ഉടുപ്പയിൽ കാണിക്കാം. കീച്ചെയിൻ കണ്ട ഒരു പച്ച കളറാണ് കേട്ടാ. ആ സേ ഇത് ശരിക്കും പറഞ്ഞ എനിക്ക് ഉറക്കം വരുവാ. ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എൻ്റെ മാർക്കിടെ അങ്ങോട്ട് പോയിട്ട് ഒരുപാട് മനസ്സേ. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. നോ നോ നോ. അപ്പം അമ്മച്ചി വന്നു. അമ്മച്ചി കയറി കിടക്കുവാണ്. അമ്മച്ചി ഇച്ചിരി കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചിട്ട് കിടക്കുവാണ്.
അമ്മച്ചി പോവാ. അപ്പോൾ അതേ നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, നീ വീഡിയോ എടുക്കട്ടെ, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷ പുതിയ വീഡിയോ കേട്ട് വീണ്ടും വരുവായിരിക്കും. ദിസ് ഈസ് ബിന്ദു ആൻഡ് ആൻസർ. ബൈ.